കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്നും ചർച്ച ചെയ്തിട്ടുള്ളത് പുരുഷാധിപത്യം പ്രകടമായ നേതൃനിരയെക്കുറിച്ചാണ്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ കീഴ്വഴക്കങ്ങളെ അപ്പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആരോഗ്യമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി മുൻ അംഗവുമായ KK ശൈലജ ടീച്ചർ LDFന്റെ അനൌദ്യോഗിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നു വരുന്നത് വെറുമൊരു വാർത്തയല്ല, മറിച്ച് CPM കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കുന്നു തന്ത്രമാണെന്നും വ്യക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന കരുത്തുറ്റ നേതാവാണ് കഴിഞ്ഞ 2 മുന്നണികളിലും വിജയത്തിലേക്ക് നയിച്ചത്. എന്നാൽ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനും ജനങ്ങൾക്കിടയിൽ പുതിയൊരു ആവേശം സൃഷ്ടിക്കാനും ടീച്ചറമ്മയായ പാർട്ടി ശൈലജ ടീച്ചറെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തന്റെ പ്രാധാന്യം അറിയിക്കുകയും ചെയ്തു. 2016-ലും 2021-ലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചാണ് തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. സമാനമായൊരു അന്തരീക്ഷം ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ ഇത്തവണ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. സഭയിലും പുറത്തും അവർക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണന ഇതിന്റെ ഭാഗവുമാണ്. നിയമസഭയിലെ പ്രക്ഷോഭങ്ങൾക്കും ഇടതുപക്ഷക്കാരുടെ പ്രതിഷേധ പരിപാടികൾക്കും അവരുടെ നേതൃത്വത്തിലാണ് പാർട്ടി വലിയ അംഗീകാരം നൽകുന്നത്. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് ആധാരം. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നത് UDFന് വലിയ വെല്ലുവിളിയാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കേരളത്തിലെ പകുതിയിലധികം വരുന്ന വോട്ടർമാർ സ്ത്രീകളാണ്. സംസ്ഥാന ചരിത്രത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന വാഗ്ദാനം സ്ത്രീ വോട്ടർമാരെ വലിയ തോതിൽ LDFലേക്ക് അടുപ്പിക്കുന്നുമുണ്ട്. കോവിഡ് കാലത്തും പ്രളയകാലത്തും ആരോഗ്യവകുപ്പിനെ നയിച്ച ശൈലജ ടീച്ചർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുമുണ്ട്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകൾ LDFന് നേടിക്കൊടുക്കുകയും ചെയ്യും. ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പുതിയൊരു മുഖത്തെ അവതരിപ്പിക്കുന്നത് ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ശൈലജ ടീച്ചർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ സൈബർ ആക്രമണങ്ങൾ ആരംഭിച്ചത്. ടീച്ചറുടെ പ്രതിച്ഛായ തകർക്കുക എന്നത് UDFന്റെ രാഷ്ട്രീയ അജണ്ടയായി മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കേരളം സാമൂഹികമായി ഏറെ പുരോഗതി പ്രാപിച്ച സംസ്ഥാനമാണെങ്കിലും ഭരണസിരാ കേന്ദ്രത്തിന്റെ തലപ്പത്ത് ഒരു സ്ത്രീയെ ഇരുത്താൻ ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല. ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിലൂടെ പുരോഗമന കേരളം എന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കും. എന്ന പഴയകാല ചിന്താഗതികളെ മറികടന്നുകൊണ്ട് ഭരണ മികവ് തെളിയിച്ച ഒരു വനിതയെ മുൻനിരയിൽ നിർത്തുന്നത് വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെയാണ്. 2 ടേം നിബന്ധനയിൽ ശൈലജ ടീച്ചർക്ക് ഇളവ് പാർട്ടി തയ്യാറായേക്കുമെന്ന വാർത്തകൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. നിയമസഭയിലേക്ക് ടീച്ചർ വീണ്ടും മത്സരിക്കുകയും പാർട്ടി ഭരണത്തിൽ വരികയും ചെയ്താൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശൈലജ ടീച്ചറെ പരിഗണിക്കുന്നത് ചരിത്രപരമായ ഒരു നീക്കമാണ്. രാഷ്ട്രീയ എതിരാളികൾ ടീച്ചറെ വ്യക്തിഹത്യ ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ അത്തരം നീക്കങ്ങൾ തിരിച്ചടിക്കാനാണ് സാധ്യത. ടീച്ചർക്ക് നേരെയുള്ള ഓരോ ആക്രമണവും അവരോടുള്ള സഹതാപവും പിന്തുണയും വർദ്ധിപ്പിക്കാനേ ഉപകരിക്കും. UDF ക്യാമ്പുകളിലെ പരിഭ്രാന്തി കനകോലുവിന്റെ റിപ്പോർട്ട് എത്രത്തോളം ഗൗരവകരമാണെന്ന് തെളിയിക്കുന്നുണ്ട്. സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ പൂർണ്ണമായും നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ഇത്തരം സൈബർ പോരാട്ടങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വെറുമൊരു ഭരണമാറ്റത്തിനായുള്ള പോരാട്ടമല്ല, മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കും. KK ശൈലജ എന്ന പേര് ഉയർത്തിക്കാട്ടുന്നത് കാരണം ഒരു വലിയ ജനവിഭാഗത്തിന്റെ വികാരമാണ്. പിണറായി വിജയന്റെ കാർക്കശ്യവും ശൈലജ ടീച്ചറുടെ ജനകീയമായ ഇടപെടലും ചേരുമ്പോൾ LDF കൂടുതൽ ശക്തമാകുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത കേരളത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് എത്തുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നാൽ ഒന്ന് ഉറപ്പാണ്, ശൈലജ ടീച്ചർ എന്ന ഘടകം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. UDFന്റെയും NDAയുടെയും എല്ലാ തന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കാൻ ടീച്ചർ എന്ന തണലിന് കഴിയുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം.